കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് ഇഫ് കണ്ടീഷനും ഇഫ് എൽസ് ഇഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യാൻ പോണത്. ഓൾറെഡി ഇത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്നില്ല. ഇതിപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ളവർക്ക് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇഫും എൽസിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് പറയാം. ആദ്യം തന്നെ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാംസ് എല്ലാം തന്നെ ഒരു ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിക്കാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നോർമൽ കേസിൽ. ഇപ്പോൾ ഈ സ്ക്രീനിൽ ഞാൻ ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ടൊരു സംഭവം സി ഔട്ട് ചെയ്യുന്നു, എന്നിട്ട് ആ വേരിയബിളിലേക്ക് ഡാറ്റ റീഡ് ചെയ്യുന്നു. അത് ആ 3 ലൈൻ എങ്ങനെയാണോ ഞാൻ എഴുതിയിട്ടുള്ളത് അതേപോലെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ചില കേസുകളിലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ അന്നേരത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളുടെ റിയൽ ലൈഫിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല. അപ്പോൾ അന്നേരം നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കൂലേ, ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇഫ് എൽസിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പഠിക്കാനായിട്ട് ഞാൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എക്സാമ്പിളൊന്നും നോക്കുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഉണ്ടാക്കാൻ പോണത്. ഈ പ്രോഗ്രാമിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യണം. അതായത് വൈ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. അതേപോലെ പ്രോഗ്രാം ക്വിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണെങ്കിൽ എൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ഇഫ് എൽസ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഇഫ് എന്നും പറഞ്ഞിട്ടുള്ള ആ കീവേഡ് യൂസ് ചെയ്യുക, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ വേരിയബിൾ ഇൻപുട്ട് ചെയ്യണ അത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നേരത്തെ തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് ഞാൻ ആ ഒരു വേരിയബിളിൻ്റെ ഡാറ്റ എന്താണെന്നുള്ളത് റീഡ് ചെയ്യണം. അതായത് യൂസർ എന്താണ് ഇൻപുട്ട് ചെയ്തതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ മാറ്റി കൊടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് വൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ സപ്പോസ് യൂസർ ഇൻപുട്ട് ചെയ്തത് വൈ ആണെങ്കിൽ, അപ്പോൾ REQ ഈക്വൽ ടു കോഡ്സിൻ്റെ അകത്ത് വൈ. എന്തുകൊണ്ട് കോഡ്സ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്തിരുന്ന ഡാറ്റ ടൈപ്പ് ക്യാർ ആണ്. അപ്പോൾ ക്യാർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിംഗിൾ കോഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ യൂസർ വൈ ആണ് ഇൻപുട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനുള്ള ആ ഒരു ബ്ലോക്കിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അവിടെ ഞാൻ ജസ്റ്റ് സി ഔട്ട് ചെയ്യുകയാണ്. അതായത് പ്രൊസീഡിംഗ് എന്നും പറഞ്ഞിട്ട് സി ഔട്ട് ചെയ്തു. അപ്പോൾ യൂസർ വൈ പ്രസ് ചെയ്താൽ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ യൂസർ വൈ അല്ല പ്രസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം എക്സിക്യൂട്ട് ആവേണ്ടത്, അതാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എൽസ് പാർട്ട് യൂസ് ചെയ്യാം. എൽസ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റത്തെ കണ്ടീഷൻ, അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എൽസിൻ്റെ അകത്ത് എന്താണോ കോഡ് ഉള്ളത് അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ഫ്ലോ. അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ബ്ലോക്കായിരിക്കും എക്സിക്യൂട്ട് ആവുക. അതായത് ഇപ്പോൾ വൈ ആണെങ്കിൽ വൈയുടെ കാര്യം നടക്കും, എൽസിൻ്റെ അകത്തുള്ളത് എക്സിക്യൂട്ട് ആവില്ല. അതല്ല എൽസിൻ്റെ അകത്തുള്ളതാണ് എക്സിക്യൂട്ട് ആവണമെങ്കിൽ ഈ ഇഫിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ എൽസ് പാർട്ടിൻ്റെ അകത്ത് ഞാൻ സി ഔട്ട് ഇപ്പോൾ ജസ്റ്റ് ക്വിറ്റ് എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ റൺ ചെയ്യാണ്. ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് നമുക്ക്. അതായത് വൈ പ്രസ് ചെയ്യുകയാണെങ്കിൽ പ്രൊസീഡ് ചെയ്യാം, എൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ക്വിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട്. ഞാനപ്പോൾ ഇവിടെ വൈ പ്രസ് ചെയ്തു എൻ്റർ ചെയ്തപ്പോൾ എനിക്കിവിടെ പ്രൊസീഡിംഗ് എന്നും പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇഫിൻ്റെ പാർട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ഞാൻ ഈ പ്രോഗ്രാം ഒന്നുകൂടി റൺ ചെയ്തിട്ട് വൈക്ക് പകരം n എൻ്റർ ചെയ്യാണ്. അപ്പോൾ n എൻ്റർ ചെയ്യുമ്പോൾ ക്വിറ്റ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു മെസ്സേജ് പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഇനി ചില സമയത്ത് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ കറക്റ്റ് വായിക്കത്തില്ല, അവർ തോന്നുന്ന കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യുകയും അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ നമ്മളുടെ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ചില കേസുകളിൽ എൽസിഫ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മെക്കാനിസം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഏതൊരു സോഫ്റ്റ്വെയർ ഉണ്ടാകുമ്പോഴും ഈ ഒരു സംഭവം നടക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വയ്ക്കുക. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വൈ എന്നും ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ കെ ഇൻസേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കെ ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറ്റണേ നോക്കാം. കെ ഇൻപുട്ട് ചെയ്ത് എൻ്റർ ചെയ്തപ്പോൾ ക്വിറ്റിൻ്റെ ഈ എൽസ് കണ്ടീഷനാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആക്ച്വലി ഇതല്ല നമ്മളുടെ ഇൻറ്റൻറ്റ്. അതായത് വൈ എൻ്റർ ചെയ്യുകയാണെങ്കിൽ പ്രൊസീഡ് ആവണം, n എൻ്റർ ചെയ്യുകയാണെങ്കിൽ മാത്രം ക്വിറ്റ് ആയാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് എൽസിഫ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കൂടെ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ യൂസർ വൈ അല്ല എൻ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൽസ് എന്താണ് യൂസർ എൻ്റർ ചെയ്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാം. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ n ആണോ എൻ്റർ ചെയ്തതെന്ന് ഒരു എൽസിഫ് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യുകയാണ്. അപ്പോൾ n ആണ് യൂസർ ഇൻപുട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ മാത്രം ക്വിറ്റ് ഡിസ്പ്ലേ ചെയ്താൽ മതി എന്ന് ഞാൻ കണ്ടീഷൻ മാറ്റി എഴുതുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടിയും എൻഫോഴ്സ് ചെയ്യണം. അതായത് വൈ അല്ലെങ്കിൽ n എൻ്റർ ചെയ്താലേ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഔട്ട്പുട്ടിൽ ഇൻസ്ട്രക്ഷൻ പറഞ്ഞ പോലെ നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഒരു എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അതായത് എറർ ഇൻവാലിഡ് ഓപ്ഷൻ എന്നും പറഞ്ഞിട്ട്. കാരണം ഇത് നമ്മൾ വൈ അല്ലെങ്കിൽ n ആണ് എൻ്റർ ചെയ്യാൻ പറഞ്ഞത്. അതല്ലാതെ വേറെ എന്തെങ്കിലും എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് എററായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് എൽസിഫ് സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ എന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇഫിൽ വൈ ആണെങ്കിൽ നമ്മൾ യൂസർ വൈ ആണ് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ഇഫ് ബ്ലോക്കിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ വർക്കാവും, ബാക്കി ഇത്തരം സാധനങ്ങൾ വർക്കാവത്തില്ല. ഇനിയിപ്പോൾ യൂസർ എൻ്റർ ചെയ്യേണ്ടത് n ആണെങ്കിൽ എൽസിഫിൻ്റെ അകത്തുള്ള കാര്യം വർക്കാവും, പക്ഷെ ഈ ഇഫിൻ്റെ അകത്തുള്ളതോ അല്ലെങ്കിൽ ഈ എൽസിൻ്റെ അകത്തുള്ള സാധനങ്ങളോ വർക്കാവത്തില്ല. ഇനി അതല്ല വൈയോ അല്ല എന്നോ അല്ല യൂസർ എൻ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ എൽസ് പാർട്ടിൻ്റെ അകത്തുള്ള കാര്യം മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. അതേസമയം വൈയുടെയും എന്നിൻ്റെയും എൽസിഫും ഇഫിൻ്റെ അകത്തുള്ള സാധനങ്ങൾ റൺ ആവത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഞാനിനിപ്പോൾ ഈ പ്രോഗ്രാം ഒന്നുകൂടി റൺ ചെയ്യാണ്. എന്നിട്ട് ഈ പ്രാവശ്യം ഒന്നുകൂടി ഞാൻ കെ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ കെ ഇൻപുട്ട് ചെയ്തപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ആ എറർ മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്, ഇൻവാലിഡ് ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇഫും എൽസിഫും എൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് എന്താ പറയുക 18 ഇയേഴ്സ് ഓൾഡിൻ്റെ വോട്ടിംഗ് നമ്മളുടെ എനേബിൾഡ് ആണോ എലിജിബിൾഡ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണ പ്രോഗ്രാംസ് ടീച്ചേഴ്സ് ചെയ്യാറില്ലേ? അതൊക്കെ ചെയ്ത് നോക്കിയാൽ മതിയാവും. ജസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് ഫെമിലിയർ ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. പിന്നെ അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിഗ്രിക്ക് ചേരുകയാണെങ്കിൽ 2 കൺസ്ട്രെയിൻസ് ഉണ്ട്. അതായത് കുട്ടി 18 വയസ്സിന് മേളിലായിരിക്കണം, അതേപോലെ +2 പാസ്സായിരിക്കണം. അപ്പം അങ്ങനെ അത് 2 കണ്ടീഷൻസ് വെച്ചിട്ട് ഇഫ് എൽസ് ഒന്ന് ചെയ്ത് നോക്കുക. അത് വെച്ചിട്ട് ഒരു പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ഇഫ് എൽസ് എൽസിഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ എന്തൊക്കെ തന്നെയാണെങ്കിലും വീഡിയോസ് വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല. ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോയാലേ നമുക്ക് എന്തെങ്കിലും മനസ്സിലിരിക്കത്തുള്ളൂ. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും.